ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിലേക്ക് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഒരു കണക്റ്റ് ചെയ്യുന്ന ആ പ്ലേസിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കിയത്. അപ്പം മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും ദുബായിലേക്ക് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ്. മുംബൈയിൽ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ നമ്മുടെ നേരെ ദുബായിക്ക് തന്നെ പോയി. ലഗേജ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകാനുള്ളൊരു യാത്രയിലാണ്. സൈഡിലൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ആർട്ട് വർക്കുകൾ, പിന്നെ വേസ്റ്റ് കൊണ്ടുള്ള കുറേ വർക്കുകളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ വളരെ മനോഹരമാണ്. പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരുപാട് ദൂരം തന്നെയുണ്ട് പുറത്തേക്ക് പോകാനായിട്ട് തന്നെ. വളരെ ഇതുണ്ടോ, ഈ ഒരു പിക്ചറൊക്കെ നല്ല രസമാണ്. ഒരുപാട് ഈ ദൂരം പോകുന്നതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴികളിലെല്ലാം ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള വർക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഗ്ലാസ് കൊണ്ടുള്ള മറ്റൊരു വർക്ക്. വളരെ വിചാരിതമായിട്ട് കിട്ടിയ രണ്ടുപേർ. താങ്ക് യു. അവർ ശരിക്കും കൊച്ചിയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള രണ്ടുപേർ. ഒരുപാട് സംസാരിച്ചു. അവർ മുംബൈയിൽ നിന്ന് പിന്നെ വേറൊരു പ്ലേസിൽ അവിടുന്ന് പിന്നെ ബൈ റോഡ് എങ്ങാണ്ടാണ് പോകുന്നത്. ഷൂട്ടിങ്ങിന് പോവാണ്. അങ്ങനെ കുറേ ഈ തവണത്തെ യാത്രയിൽ കുറേ ആർട്ടിസ്റ്റുകളെ കണ്ടു. അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് എയർപോർട്ടിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒരു വ്യൂ ആണ്. ആ കാണുന്നതാണ് ഛത്രപതി ശിവാജി മഹാരാജ്. എയർപോർട്ട് വളരെ വലിയൊരു എയർപോർട്ടാണ്. വളരെ മനോഹരമായ എയർപോർട്ട്. പക്ഷേ ആ എയർപോർട്ടിൽ നിന്ന് ഒരു 2 മിനിറ്റ് പുറത്തേക്ക് ജസ്റ്റ് മാറിയുള്ളൂ. ഉടനെ തന്നെ അതിൻ്റെ വ്യൂ എല്ലാം മാറി. എന്താ പറയണ്ടേ, ഒരു നീറ്റ്നെസ് വളരെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണെന്ന് ഓർത്തോണം. എയർപോർട്ടിന് തൊട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എനിക്ക് അത്ര വലിയ നല്ല വൃത്തിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആസ് യൂഷ്വൽ നിങ്ങൾക്കറിയാമല്ലോ, മുംബൈയിലെ ട്രാഫിക് എന്ന് പറയുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് അവിടുത്തെ ആളുകൾ ഡ്രൈവ് ചെയ്യുന്നത്. ഏത് ഗ്യാപ്പിലും കുത്തിക്കയറ്റി ഓടിച്ചു പോകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓട്ടോയുടെയൊക്കെ ഷേപ്പ് കാണാം. ശരിക്കും എയർപോർട്ട് കണ്ടപ്പോൾ ഞാൻ ഓർത്തു പുറത്തും ഇതുപോലൊക്കെ തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഇന്ത്യയുടെ എന്താ പറയണ്ടേ, ഒരു ബിസിനസ് സിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തോണം. ആ ഒരു സിറ്റിയിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് തൊട്ട് പുറത്തേക്കുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടതും. ഞാൻ പണ്ട് മുംബൈയിൽ വന്നത് ട്രെയിനിലാണ് വന്നത്. ഡൽഹി ടു മുംബൈ ആണ് യാത്ര ചെയ്തത്. പക്ഷേ വൈഫും മോനും മുംബൈ കാണാത്തതുകൊണ്ട് മുംബൈ അവരെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഞാൻ ഹൈദരാബാദ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തത്. ഇങ്ങനെയൊരു കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടുമ്പം കുറച്ച് ഗ്യാപ്പിൽ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കും. അപ്പം ആ ഒരു ഏത് പ്ലേസിലേക്കാണോ കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടുന്നത്, അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകണമെന്ന് സാധാരണ അങ്ങനെയാണ്. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടാണ്. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വളരെ കുറച്ചൊരു 8 അവർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർപോർട്ടിന് അടുത്ത് ചേർന്നുള്ള ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ആ ഹോട്ടലിലേക്കുള്ള ഒരു യാത്രയിലാണിപ്പോൾ. പോകുന്ന വഴികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടൽ നമുക്കത്ര
സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലായിരുന്നു. കാരണം നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താണ്. എനിക്കും ഈ ഏരിയയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ടൈം പെട്ടെന്ന് എയർപോർട്ടിന് അടുത്ത് തന്നെ വേണമെന്നുള്ള ഒരു ഇതുകൊണ്ട് അധികം എമൗണ്ട് ആവാത്ത രീതിയിലുള്ളൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ആ ഏരിയ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് വീണ്ടും അവിടെ നിന്നുകൊണ്ട് തന്നെ വേറൊരു ഹോട്ടലും കൂടെ ബുക്ക് ചെയ്തു. പക്ഷേ ഭക്ഷണം കഴിക്കാൻ നോക്കിയിട്ട് എങ്ങും ഭക്ഷണത്തിൻ്റെ ഒന്നും ഒരു നമുക്ക് അറിയാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയില്ല. നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നടക്കുവാണ്. നല്ലൊരു ഹോട്ടലെങ്ങും കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തിരിച്ച് എയർപോർട്ടിൽ നിന്ന് തന്നെ എയർപോർട്ടിലേക്ക് പോയി കഴിച്ചിട്ട് വീണ്ടും കറങ്ങാനുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. കാരണം നമ്മൾ താമസിക്കുന്ന അടുത്തൊന്നും ഒരു സാധനവും കിട്ടിയില്ല. സത്യം പറയാലോ, നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ ശോകമാണ്. എല്ലായിടും അറിയത്തില്ല, പക്ഷേ എയർപോർട്ടിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണോ ഒരു നീറ്റ്നെസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിവേ എല്ലായിടവും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് തിരിച്ച് പോവാണ്. അവിടെ നമ്മൾ ഓൾറെഡി അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പം ഏകദേശം അതിന് എയർപോർട്ടിന് അടുത്തുള്ള ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ വീണ്ടും കറങ്ങാനായിട്ട് പോകാനായിട്ടുള്ളതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. എയർപോർട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഭയങ്കര ഒരു ഭയങ്കര വലുപ്പമുള്ള ഒരു എയർപോർട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. പിന്നെ അതിൻ്റെ ഒരു നിർമ്മാണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു നിർമ്മാണമാണ്. ഇതതിൻ്റെ ഡിപ്പാർച്ചർ ഏരിയയാണ്. ഇവിടെയാണ് ആളുകളെല്ലാം വന്ന് ആളുകളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഉള്ള സിനിമാക്കാരും എല്ലാവരും ഇവിടുന്ന് തന്നെ പോകുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് അവരെല്ലാം പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ മുംബൈ കറങ്ങാനായിട്ട് പോവുക. നമ്മൾ മുംബൈയുടെ കാഴ്ചകൾ കാണാനായിട്ട് പോവാണ്. ये सारे जगह कौन सा है? एयरपोर्ट टर्मिनल 1 नहीं, ये सब मार्बल है, सब बिल्डिंग नहीं है, ये एयरपोर्ट की अथॉरिटी का जगह है. ये सब पकड़े, इसके पीछे देखोगे तो पूरा एयरपोर्ट है. ये सब मार्बल वगैरह का दुकान है सब. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് സിറ്റി ടൂർ ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്തപ്പം ഒരു കാറ് വന്നു. അപ്പം ആ ഒരു കാറിലാണ് നമ്മളെ മുംബൈ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഒന്ന് രണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, എത്ര സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്, എത്ര ടൈം നമുക്ക് കിട്ടും എന്നുള്ളതും കൂടെ പുള്ളിയോട് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഒറ്റ റൂട്ടിൽ പോയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഷാറൂഖ് ഖാൻ്റെ വീടൊന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പറഞ്ഞു. പിന്നെ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, പിന്നെ താജ് ഹോട്ടൽ, പിന്നെ ആ ഒരു ഏരിയ മറീന ബീച്ചോ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കാണണം എന്നൊരാഗ്രഹം പുള്ളിയോട് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങനെ നമ്മളെ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന റൂട്ടും ആ റൂട്ടിലുള്ള കാഴ്ചകളുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേര് മനസ്സിലാട്ടെ. ഇത് ബാന്ദ്ര വോർലി സീ ലിങ്ക് ബ്രിഡ്ജ് ഏതാണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു സ്ട്രക്ചർ നമ്മളെപ്പോഴും എല്ലാപ്പോഴും കാണുന്ന ഇതാണ്. മുംബൈയുടെ തന്നെ ഒരു എന്താ പറയണ്ടത്, ഒരു ഐക്കോണിക് ബ്രിഡ്ജാണിത്.
ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5.6 കിലോമീറ്റർ ആണ്. പിന്നെ 4 വൺ സൈഡിൽ 4 ലൈന്, അടുത്ത സൈഡിൽ 4, അങ്ങനെ 8 ലൈൻ റോഡാണിത്. ഇത് 2000 സ്റ്റാർട്ട് ചെയ്തിട്ട് 2009 കംപ്ലീറ്റ് ചെയ്തിട്ട് 2010 പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്ത ഒരു ബ്രിഡ്ജാണ് ഇത്. മുംബൈയുടെ ഒരു ഫേമസ് ഒരു ലാൻഡ്മാർക്ക് എന്ന് വേണേൽ പറയാവുന്ന ഒരു ബ്രിഡ്ജ് കൂടിയാണിത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നത് കേബിൾ സ്റ്റേഡ് ടെക്നോളജിയോ അങ്ങനെ ഇത് പറയുന്നത്. പിന്നെ ഇതിലേക്ക് കയറുന്നതിന് ടോളുണ്ട്. നമ്മൾ താഴെ ടോള് കൊടുത്തിട്ടാണ് ഈ ഒരു ബ്രിഡ്ജിലേക്ക് കയറുന്നത് തന്നെ. പിന്നെ ഇതിൻ്റെ ഒരു യാത്രയെന്ന് പറയുന്നത് അതിമനോഹരമാണ്. കാരണം ടൗണിൻ്റേതായിട്ടുള്ള യാതൊരു ട്രാഫിക് തിരക്കുകളോ ഒന്നുമില്ലാതെ ടൗണിൽ നിന്നും സെപ്പറേറ്റ് കടലിന് മേളിൽ കൂടിയാണ് ഈ ഒരു യാത്ര പോകുന്നത്. വളരെ മനോഹരമായൊരു ഫീലാണിത്. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് മുംബൈ നഗരവീഥികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേത് ബ്രിഡ്ജാന്ന് എനിക്കറിയില്ല, ഏതോ ഒരെണ്ണമാണ്. ഇത് ഒരുപാട് നീളമുള്ള പേരായതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഇനിവേ നിങ്ങൾ ആ ബോർഡ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുംബൈയുടെ കോസ്റ്റൽ റോഡിലേക്ക് കയറുകയാണ്. ഇപ്പൊ കാണുന്നതാണ് ഇഷാ അംബാനിയുടെ വീട്. അടിപൊളി. അങ്ങ് ദൂരെ കാണുന്ന ഒരു വീട് കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ആ കാണുന്നതാണ് നമ്മുടെ മുകേഷ് അംബാനിയുടെ വീട്. മോടെ വീട് കണ്ടു, അങ്ങനെ ഫാദറിൻ്റെ വീടും കണ്ടു, രണ്ടുപേരുടെയും വീട് കണ്ടു. പ്രൗഢഗംഭീരമായിട്ട് നിൽക്കുന്ന കണ്ടു. അതാണ് മുകേഷ് അംബാനിയുടെ ആൻറ്റിലിയ. മഴ വന്നില്ലെന്ന് പറഞ്ഞതാണ്. ദേ പതുക്കെ മഴ ചാറ്റി തുടങ്ങി. बारिश आएगा तो मुश्किल हो जाएगा. बारिश आ गई ना तो फिर वहाँ पे भी प्रॉब्लम होगा. कभी बाई चांस आप ये पूरा पानी से भर जाता है. जो वेस्टर्न एक्सप्रेस हाईवे है ना वो पूरा क्लोज हो जाता है. बंद भी हो जाता है. വേണ്ടിട്ട് മഴ അങ്ങനെ മാറി നിൽക്കുകയാണ്. ये देखो ये महालक्ष्मी टेम्पल है. ये देखो महालक्ष्मी टेम्पल. അങ്ങനെ മുകേഷ് അംബാനിയുടെ വീടിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്. ഈ
ഈ മഴ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി പാളീസാവും. അങ്ങനെ നമ്മളിനിയൊരു ടണൽ റോഡിലേക്ക് കയറുകയാണ്. ഇതെല്ലാം ഈ കോസ്റ്റൽ റോഡ് ഒരു എക്സ്പാൻഡ് ട്രാഫിക് കുറയ്ക്കാനായിട്ടുള്ള എക്സ്പാൻഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതെന്ന് തോന്നുന്നു. ഈ കോസ്റ്റൽ റോഡിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 29 കിലോമീറ്റർ ഏതാണ്ടുണ്ട്. അത്രയും ഒരു ബിഗ് പ്രോജക്റ്റ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു കേബിൾ ഹാങ്ങിങ് ബ്രിഡ്ജാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതെല്ലാം ഒരു കോസ്റ്റൽ റിംഗ് റോഡ് പോലെ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. ഇത് അതിൻ്റെ ഒരു ടണൽ റോഡാണ്. ഇത് ബിലോ സീ ലെവലിൽ നിർമ്മിച്ചതാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2.9 2.7 ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതും അതുപോലെ തന്നെ ട്രാഫിക് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട്. കാരണം മുംബൈയുടെ അകത്തിന് ഈ റോഡിന് വീതി കൂട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം കോസ്റ്റൽ ഏരിയയിലെല്ലാം റോഡുകൾ നിർമ്മിച്ച് പല ഏരിയകൾ തമ്മിൽ കണക്റ്റ് ചെയ്ത് അങ്ങനെ ട്രാഫിക് കുറയ്ക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ടണൽ റോഡാണ് ഇത്. ഒരു സൈഡ് ട്വിൻ ടണൽ എന്നാണ് പറയുന്നത്. കാരണം ഒരു സൈഡിൽ അങ്ങോട്ട് 3 ലൈന്, തിരിച്ച് ഇങ്ങോട്ട് 3 ലൈന്, അങ്ങനെ 6 ലൈനുള്ള റോഡാണ്, ടണൽ റോഡാണിത്. 2.7 കിലോമീറ്റർ ഉള്ള ഒരു ടണൽ എന്ന് പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് നീളമായിരിക്കുമെന്ന്. അപ്പം ഇതൊക്കെ ഇന്ത്യയുടെ ഒരു കൺസ്ട്രക്ഷൻ പാഠവും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെക്കൊണ്ട് ഇതൊക്കെ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ പുറത്തേക്ക് എത്തുകയാണ്. ശരിക്കും നല്ലൊരു ദൂരം തന്നെയുണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ 60 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പം തന്നെ നമുക്ക് നല്ലൊരു ദൂരം നല്ലതായിട്ട് ഫീൽ ചെയ്യും നമ്മൾ. ടണലിനകത്തായതുകൊണ്ട് തന്നെ മഴ പെയ്ത് നമ്മൾ അറിഞ്ഞില്ല. എനിവേ മഴ ഇതുവരെ തോർന്നിട്ടില്ല. നമ്മുടെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ആ ഒരു നിങ്ങൾ കാണുന്നതാണ് മുംബൈ ഹൈക്കോർട്ട് എന്ന് പുള്ളി എന്നോട് പറഞ്ഞത്. പിന്നെ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ആസാദ് മൈതാനാണ് ഈ കാണുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. कमिश्नर यही है कसब ने जो आया था ना, हाँ वो यही था जी। ये तो बहुत छोटा लग रहा है। आप सामने जाओ। ये कुलाबा कॉस्वे मार्केट है। कुलाबा कॉस्वे मार्केट, ताज होटल, गेट ऑफ इंडिया, सब इधर ही है। ओके। आप यहाँ पे मैं जहाँ पे आपको ये पार्किंग है, यहाँ पे मैं आपको छोड़ूंगा। ठीक है, वहीं पे आप रिटर्न आना। ठीक है। 5 बजे आ जाना। अपन 5 बजे निकलेंगे ना, तो 6 बजे तक एयरपोर्ट पहुँच जाएंगे। ठीक है। क्योंकि बारिश में पूरा जाम हो उधर जाएगा। ज्यादा देखने में क्या है? ये सब है, ताज, गेटवे, कुलाबा कॉस्वे मार्केट, ओके, ये सब इधर ही है। ठीक है। नहीं 5 बजे का जरूरत नहीं है ना, इधर इतना जगह तो जरूरत नहीं है। 3:30 बजे है, 1.5 घंटा तो है आपके पास। 1 hour 30 minutes। नहीं तो फिर मैं अगर जल्दी हो गया तो मैं आपको कॉल कर लेता हूँ। जहाँ पे मैं आपको छोड़ा हूँ ना। അങ്ങനെ നമ്മൾ താജ് ഹോട്ടലിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ താജ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. നല്ല ക്രൗഡാണ്, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതും കൂടെ കണ്ട് താജ് ഹോട്ടലും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ നിന്നും പോകാനായിട്ട്. ഇതാണ് നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന താജ് ഹോട്ടൽ.
നമ്മൾ ഫൈനലി താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ആ സംഭവം. കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷേ എങ്കിലും എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് മുംബൈ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എങ്കിലും അതൊന്നും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഏത് കോണിലും പാൻപരാഗിൻ്റെ ഒരു മാർക്ക് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേസൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ലാൻഡ്മാർക്കാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഇത്രമാത്രം വളരെ മോശമായിട്ട് കാണാൻ സാധിച്ചത്. അത് എന്നെ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള അവയർനെസ് ഒക്കെ കൊടുത്ത് ഫൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഏതാ? അല്ല, അവൻ അവിടുത്തെ ഇഷ്ടപ്പെട്ടെ. ഈ ഒരു മാർക്കറ്റാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നേരത്തെ നമ്മളോട് പറഞ്ഞ കൊലാബ മാർക്കറ്റോ അങ്ങനെയാണ്ട് പറഞ്ഞൊരു പേര് പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് വാഗ്ബയിൽ ഉള്ള ഒരു മാർക്കറ്റാണ്. രണ്ട് സൈഡിലും കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ വെച്ചിട്ട്. എക്സ്ക്യൂസ് മീ അവിടെയാ ഫ്രണ്ടിലാ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു. എല്ലാ ഐറ്റവും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മറൈൻ ഡ്രൈവിൻ്റെ വിഷ്വൽസാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് എല്ലാം അവിടെയെല്ലാം ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരാട്ടോ, ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫുള്ള് മറൈൻ ഡ്രൈവിൻ്റെ വീഡിയോസാണ്. ഓ, എന്തുമാത്രം ആൾക്കാരായിരിക്കുന്നത് നോക്കി. ഈവനിങ് ആകുമ്പോൾ ഈ വർക്കിംग डेज में भी इतना लोग रहता है क्या इधर? बैठता है क्या? नहीं, अभी क्या छुट्टी है ना. हाँ, छुट्टी की वजह इसलिए इस वजह से वर्किंग डेज में इतने नहीं रहते. ये जो ये पूरा फ्लैट तो बहुत महंगा होता है ना. 5 यार है 5 करोड़ 5 കോടി രൂപ. कितना 1 BHK 2 BHK. നമ്മൾ തിരിച്ച് വീണ്ടും ആ ടണലിൽ കൂടെ പോയിട്ട് വേറെ ഒരു പ്ലേസിലേക്ക് പോവാണ്. അത് സസ്പെൻസാണ്, അടിപൊളിയാണ്. ഞാനും ആദ്യമൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ്. ഇതൊരു ഇതാണ്, ദ്വീപല്ല, ഒരു പള്ളിയാണ്. ആണതെ, അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുണ്ട്. ഒരു വഴിയുണ്ട്. വാസ്തു ബാന്ദ്ര. ടൈഗർ ഷറഫ് എന്ന് പറയുന്ന ആളുടെ വീട്. ടൈഗർ ഷറഫ് എന്ന് പറയുന്നത് ജാക്കി ഷറഫിന്റെ മോൻ, സൺ ഓഫ് ജാക്കി ഷറഫ്. ഇതുകൊണ്ട് ആദ്യം വേണ്ട ഒരു ഇതുണ്ട്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഒരു ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. ഓ, രേഖ. ഓ, അടിപൊളി സിനിമാ നടിയാ രേഖ. മുംബൈ വന്നിട്ട് സ്പെഷ്യൽ ഒരു ഗസ്റ്റിനെ കണ്ടില്ലെന്ന് വേണ്ട. ആ ഗസ്റ്റിനെ കാണാനായിട്ട് ഞങ്ങൾ പോകുന്നപ്പോ കാണിത് ഗസ്റ്റിന്റെ വീട് കാണുന്നത്. ഇതെവിടെയാന്ന് കാണിക്കാവേ. അപ്പൊ നമ്മള് ലാസ്റ്റ് ഷാരൂഖ് ഖാന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തി.
ഈ കാണുന്നത് ഷാറൂഖ് ഖാൻ്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കടലും അങ്ങോട്ട് ആളുകളൊക്കെ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുറേ പോലീസുകാരൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. ഒരു സേഫ്റ്റി പർപ്പസിനാണെന്ന് തോന്നുന്നു. പോലീസുകാരൊക്കെ ലാത്തിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് പോകാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. തൊട്ട് ബാക്കിൽ തന്നെ ഷാറൂഖ് ഖാൻ്റെ വീട്. സുൽത്താൻ നഥാനി ചൗക്കിലാണ് നമ്മുടെ ഷാറൂഖ് ഖാൻ താമസിക്കുന്നത്. ഷാറൂഖ് ഖാനും തൊട്ടപ്പുറത്ത് ഗാലക്സി നമ്മുടെ സൽമാൻ ഖാൻ അവിടെയാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. തേങ്ങ ഇറക്കുന്നുണ്ടോ ഒരാളെ? അവിടെ ഇത് മൊത്തം തേങ്ങ. അവിടെ മൊത്തം തേങ്ങ. Never trust your tongue when your heart is bitter. जगह है कौन सा रोड है? बांद्रा. ये पूरा बांद्रा. अभी आगे वो लीलावती हॉस्पिटल दिखेगा. हाँ हाँ हाँ. പിള്ളേർ കളിക്കുന്നുണ്ടോ അത്? അപ്പം ഈ ഒരു ഹോസ്പിറ്റൽ ലീലാവതിയിലാണ് കൊണ്ടുവന്നത്. ऑटो वाला लेके आए थे. ऑटो वाला लाया था. ऑटो वालों को उसने कार गिफ्ट किया है. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കേൾപ്പിക്കാനായിട്ട് കൂടിയാണ് ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തത്. മുംബൈയിൽ വന്നിട്ട് മുംബൈയുടെ ട്രാഫിക്കും കൂടെ കണ്ടില്ലെങ്കിൽ മോശമല്ലേന്ന് ഓർത്ത്. നമ്മുടെ ഡ്രൈവറാണെങ്കിൽ ഇരുന്ന് മൂളുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം പുള്ളി മൂളുന്നത്? ഏതോ ഒരാൾ ഫോൺ വിളിച്ചു, പക്ഷേ പുള്ളിക്ക് റിപ്ലൈ പറയാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി മൂളുവാണ്. മൂളുന്നതിന് കാരണം എന്ന് വെച്ചാൽ വായിൽ മൊത്തം പാൻപരാഗാണ്. ഈ സാധനം വായിലിടാതെ ഒരു നിമിഷം പോലും ഞാൻ ഈ പുള്ളിനെ കണ്ടില്ല. ബാക്കിയെല്ലാം പുള്ളി വളരെ മനോഹരമായിട്ട് മുംബൈനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമുക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വായിക്കകത്ത് മൊത്തം ഈ പാൻപരാഗാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾമോസ്റ്റ് മിക്ക ഡ്രൈവർമാരുടെയും വായിൽ ഈ സാധനം കാണാം. എന്നിട്ടോ ഈ പോകുന്ന വഴിയിലേക്കാണ് ഇവരിതെല്ലാം തുപ്പിയിടുന്നത്. എന്തൊരു മോശം ബിഹേവിയറാണെന്ന് വെച്ചാൽ വളരെ വളരെ മോശം ബിഹേവിയറാണ്. കാരണം ഇത് പിന്നെ മഴയൊക്കെ വരുമ്പോൾ ഇതെല്ലാം ഒഴുകി എവിടെയെങ്കിലുമൊക്കെ വന്ന് ചേരും. എന്നിട്ട് ഇതിനകത്തു കൂടെയാണ് ഈ ഉള്ള ആൾക്കാരെല്ലാം വെള്ളം പൊങ്ങുമ്പോൾ നടക്കുന്നതുമൊക്കെ. ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ വലിയ ഫിലിം ആക്ടേഴ്സൊക്കെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണക്കാരെ. പക്ഷേ ഇതൊക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര മോശമാണ്. ഇതൊരു എവിടെയാണോ പ്ലേസ് കാണുന്നത് അവിടെ അങ്ങോട്ട് തുപ്പിയിടുവാണ്. അതുകൊണ്ട് ഏത് കോണിൽ ചെന്നാലും ഈ പാൻപരാഗിൻ്റെ ഒരു മാർക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഒരു മോശം ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ മാക്സിമം പറ്റുന്ന പോലെ സമയമെല്ലാം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോവുകയാണ്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ലഗേജ് പോയത് കൊണ്ട് കയ്യിലുള്ള ചെറിയൊരു ലഗേജ് മാത്രമുള്ളൂ. അതുമായിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് ചെന്ന് അവിടെ നിന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പുറത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിട്ട് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിഷാണ്.
എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര നല്ല രസമാണ് രണ്ട് സൈഡും കാണാനായിട്ടുമൊക്കെ. അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് എത്തി. ഡിപ്പാർച്ചറിലുള്ള ഒരു എന്താ പറയണ്ടേ, ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതും വേറൊരു വെറൈറ്റി രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർച്ചർ ഏരിയയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതുമൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. വീണ്ടും മുംബൈയിലേക്ക് വന്നിട്ട് വീണ്ടും മറ്റേതെങ്കിലുമൊക്കെ സ്ഥലം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾക്ക് തൽക്കാലത്തേന് ബായ് പറയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.